ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ബീറ്ററും അതുപോലെ മിക്സിയൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് 2-3 കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു, ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണല്ലോ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ കേക്ക് ബീറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഫ്രോസ്റ്റിങ് ഇതിൽ കാണിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം 1 കപ്പ് മൈദ ഒന്ന് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നന്നായിട്ട് വടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ കോൺഫ്ലവർ മിസ്സാവരുത് കേട്ടോ. കോൺഫ്ലവർ എന്തായാലും ചേർക്കണം. അത് നമ്മൾ സാധാരണ കേക്കിൽ 1 കപ്പ് മൈദ മാത്രമേ ചേർക്കാറുള്ളത്. പക്ഷേ ഈ കേക്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി കൂടുതൽ ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഒട്ടും നനവില്ലാത്ത 2 ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല തുടച്ച് ക്ലീൻ ആക്കി വെക്കണം കേട്ടോ. തീരെ നനവ് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞയും അതുപോലെ വെള്ളയും സെപ്പറേറ്റ് ആക്കി വെക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒരു വലിയ ബൗളിൽ മുട്ടയുടെ വെള്ളം ഒഴിക്കുക, ചെറിയ ബൗളിൽ മുട്ടയുടെ മഞ്ഞയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വലിയ ബൗളും ഒരു ചെറിയ ബൗളും എടുത്തിട്ടുള്ളത്. രണ്ടും നനവ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മുട്ടയുടെ മഞ്ഞയും വെള്ളം ഇങ്ങനെ വേർതിരിച്ചെടുക്കല് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ എടുത്തോളൂ കേട്ടോ. ചിലർക്കൊക്കെ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എടുക്കാറുള്ളത്. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ വെള്ളയിൽ മഞ്ഞയുടെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ പൊട്ടി വീഴാനൊന്നും പാടില്ല. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് പതഞ്ഞ് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ വിസ്ക് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇത് അത്ര വലിയ വില ഒന്നും ഇല്ല കേട്ടോ. 100 രൂപ ഒക്കെ എത്ര റേറ്റ് ഉള്ളൂ. അപ്പോൾ ഈ വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇത് ബീറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞയും വെള്ളയും കൂടി ഒരുമിച്ച് നമ്മൾ സാധാരണ രീതിയിൽ ബീറ്റാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ ബീറ്റായിട്ട് കിട്ടില്ല. നമ്മൾ കൈ കൊണ്ട് ഇളക്കി ചെയ്യാണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കൈ ഇങ്ങനെ ഇളക്കിയിട്ട് ഇത് പതഞ്ഞ് പൊങ്ങി വരണം, അതുവരെ ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. എന്തായാലും നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യണ പോലെ അത്ര ഈസി ആയിട്ട് വരില്ല. കൈ കൊണ്ട് ഇളക്കിയിട്ട് വേണം ഇത് നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ മുതിർന്ന കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പും കൂടി ചോദിക്കാം കേട്ടോ. കുറേ നേരിട്ട് ഇളക്കുമ്പോൾ കൈയൊക്കെ വേദന ആവുമല്ലോ. അപ്പോൾ എൻ്റെ മോളും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾ കുറേ നേരം അവളും ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി തന്നു കേട്ടോ. അപ്പോൾ ഒരു 6 മിനിറ്റ് സമയം, ഞാൻ 5-6 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഇതേപോലെ ആക്കിയെടുത്തത്. പഞ്ചസാര പൊടിച്ച് വേണം ചേർക്കാൻ, മുഴുവനോടെ ചേർക്കരുത്. അപ്പോൾ തീരെ ഇതുപോലെ നമ്മൾ മിക്സാക്കി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല സ്റ്റിഫായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ നേരം കൂടി ബീറ്റ് ചെയ്യാൻ സ്റ്റിഫായി കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി കേക്ക് പൊന്തി വരും. പിന്നെ നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല പൊങ്ങി വരും കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്ര വെച്ചപ്പോൾ ഞാൻ നിർത്തിയിട്ടാണ്. നല്ല കൈയൊക്കെ ഒരുവിധമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അപ്പോൾ അത് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോൾ നല്ലോട്ട് ഇളക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതിലൊന്ന് യോജിച്ച് കിട്ടിയാൽ മതി. കുറേ നേരിട്ട് ഇളക്കിയിട്ട് ഈ പതഞ്ഞ ഒന്നും ഇങ്ങനെ താന്നു പോണ രീതിയിൽ ഇട്ട് ഇളക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ കേക്ക് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസും അതുപോലെ ബട്ടർ എസൻസ്, മിൽക്ക് എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ വാനില എസൻസ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പൈനാപ്പിൾ എസൻസ് 1 ഡ്രോപ്സ് ഞാൻ ചേർക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ഓയിൽ ചേർക്കണതൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ വൈറ്റ് ഫോറസ്റ്റിൽ 1/4 കപ്പാണ് ചേർത്തത്, പിന്നത്തേൽ 2 ടേബിൾ സ്പൂൺ ചേർത്തതെന്ന്. അത് ഞാൻ
സ്റ്റൗ ടോപ്പിൽ വെക്കുമ്പോൾ മുകൾ ഭാഗം ചിലപ്പോൾ അധികം ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അത് കാരണമാണ് കുറച്ച് ചേർത്തത്. അത് വെച്ചിട്ട് നമുക്ക് കേക്കിന് ഒരു കുഴപ്പം വരില്ല കേട്ടോ. ഓയിലിൽ ഇത്തിരി വ്യത്യാസം വന്നാലും പാലിലും ഒന്നും കുറച്ച് വ്യത്യാസം വന്നാലും അതുപോലെ പഞ്ചസാരയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ള ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ അളവുകളൊക്കെയാണ്. പിന്നെ അതുപോലെ മൈദയുടെ അളവ് അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ബാക്കിയുള്ള ഇതിൽ നമ്മൾ ഓയിലും പാലും ചേർക്കാതെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്ത് ഞാൻ ഇത് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ചൂടുള്ള പാലെടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുള്ള പാലെടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇടയിലായിട്ട് നമ്മൾ മൈദ അരിച്ച് വെച്ചിട്ടില്ല, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ സാധാരണ നമ്മൾ കേക്ക് മിക്സ് ആക്കുമല്ലോ അതേപോലെ തന്നെ മിക്സാക്കി എടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഇത് കുറേ നേരം ഇളക്കി നല്ല ശക്തിയായിട്ട് ഇളക്കരുത്. അപ്പോൾ അതൊക്കെ മിക്സാക്കി മാത്രം മതി. ഇതിൻ്റെ നല്ല കുറച്ചൊക്കെ നമ്മൾ കൈകൊണ്ട് ഇളക്കി പതഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, അത് താന്നു പോകരുത്. പതുക്കെ 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 മിക്സാക്കി കുറേശ്ശെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരു 1 കിലോ അളവിലുള്ള കേക്കാണ് കേട്ടത്. അതുപോലെ നമ്മൾ കോൺഫ്ലവർ ചേർത്തത് എന്തായാലും ചേർക്കണം. കാരണം നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചിട്ടാണ് ചെയ്തത്. അപ്പം മൈദ മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബേക്ക് ആയിട്ട് വന്ന് കഴിഞ്ഞ് ചിലപ്പോൾ താന്നു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അത് കാരണമാണ് കോൺഫ്ലവർ എന്തായാലും ചേർക്കണം കേട്ടോ. പിന്നെ ഇതേ രീതിയിൽ നമ്മൾ ബീറ്റർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു ഇതുള്ളത്, ഈ കേക്കിന് മുട്ടയുടെ മണം ഉണ്ടാവില്ല. കാരണം നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് ചേർത്താൽ മുട്ടയുടെ മണം അധികം ഉണ്ടാവില്ല. അധികം നല്ല തീരെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മുട്ടയുടെ മണം മാറാനും പിന്നെ കേക്കിന് നല്ല വൈറ്റ് കളറും ഉണ്ടാവും. അതൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ പരന്ന മോഡലാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, സ്ക്രൂ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഓവനിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ മുന്നത്തെ ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഓവണില്ലാതെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഓവണില്ലാത്തവർ അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഓവണില്ലാതെ എങ്ങനെ വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ശരിയായി വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓവണില്ലാത്തവർ സാധാരണ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു, അത് കാരണം ഓവണിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത് കേട്ടോ. അടുപ്പിലൊന്നും ഒഴിവുണ്ടായിരുന്നില്ല ഓരോ ജോലികളൊക്കെ ആയിട്ട്, അത് കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മറ്റേ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അത് ഇതേപോലത്തെ കേക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബീറ്റർ വെച്ച് ചെയ്തിട്ട്. അപ്പോൾ അതേപോലെ ഓവണില്ലാതെ ചെയ്താൽ മതി. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലും ഇത്തിരി കൂടി ഹൈറ്റ് കിട്ടും കേട്ടോ. അതൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ഇതാക്കിയിട്ട് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പൊന്തി വരികയാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും. അതിനനുസരിച്ചാണ് കേക്കിൻ്റെ ഹൈറ്റ് വരിക കേട്ടോ. അപ്പോൾ പക്ഷേ സോഫ്റ്റ്നെസ് ഒന്നും ഒരു കുറവില്ല. നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഒട്ടും തന്നെ മുട്ടയുടെ മണം ഇല്ല ഇതിന്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. വാനിലയുടെ സ്പോഞ്ചാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് അതിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും പിന്നെ അതുപോലെ മുകളിലെ ബർത്ത്ഡേയുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ കാരണമാണ് അതും കൂടി ഇടാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 3 ലെയറായിട്ട് അത്യാവശ്യം നല്ല തിക്നെസ് ആയിട്ടുള്ള ലെയറായിട്ട് 3 ലെയറായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.